ഈ ക്ഷേത്രത്തിൽ പാരമ്പര്യ തന്ത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശങ്കരോടത്ത് കോവിലകത്തുള്ളവരായിരിക്കും തന്ത്രകർമ്മങ്ങളൊക്കെ ചെയ്യുക. പൂർണ്ണമായ അമ്പോറ്റി സ്ഥാനത്ത് വരുന്നവർക്കാണ് തന്ത്രാധികാരം. തലമുറകളിൽ അമ്പോറ്റി സ്ഥാനമാണ് ഇവിടെ പ്രാധാന്യം. അവരാണ് തന്ത്രി. മേൽശാന്തി ഇപ്പോൾ ഉള്ളത് കെട്ടിലയ്യപ്പൻ എന്നുള്ള സ്ഥാനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷമാനന്ദ ശർമ്മനാണ്. ഭദ്രകാളി സങ്കല്പമാണ്, പോർക്കലിയാണ്. ശങ്കരോടത്തിൻ്റെ കുലദൈവമാണ്. ശങ്കരോടത്ത് കോവിലകത്തിൻ്റെ കുലദൈവമാണ് ഈ പോർക്കലി ദേവി. കാരണം ഈ വംശത്തിൻ്റെ ആണിവരായിട്ടുള്ള മുത്തശ്ശിയമ്മയുടെ കൊടകൊടുത്ത തമ്പുരാൻ കോട്ടയം തമ്പുരാനായതുകൊണ്ട് ആ വംശത്തിൽ നിന്നും അന്ന് പടയോട്ട കാലത്ത് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ കാവലായിട്ട് വന്നതാത്രേ ദേവി. അതുകൊണ്ടാണ് പോർക്കലി ദേവിയാണ് ഇവിടുത്തെ ദേവത. ശങ്കരോടം എന്ന കോവിലകത്തിൻ്റെ കുലദൈവമായതുകൊണ്ടാണ് ശങ്കരോടത്തമ്മ എന്ന് പറയുന്നത്. കാരണം വംശത്തിൻ്റെ പരദേവത തിരുമാന്താംകുന്നിലമ്മയാണ്. ധർമ്മദൈവങ്ങളാണ് നാഗങ്ങൾ. പക്ഷേ ഇവിടെ രുരുചിത്ത് സമ്പ്രദായമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഭൂമി ഒരു കാലത്ത് കാശ്യപ മഹർഷി ആശ്രമമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിനെ കൊണ്ടാണ് സർപ്പസാന്നിധ്യം ഇവിടെ ഉള്ളത്. കാശ്യപ മഹർഷിയുടേതായിട്ടുള്ള ആചാരരീതികളും ആരാധനയാണ് ഇവിടെ നടന്നു വരുന്നത്. അപ്പം ഇപ്പോഴുള്ള ശങ്കരോടത്ത് കോവിലകത്തെ പൂർവികരൊക്കെ ഇവിടെ വന്നു ചേർന്നവരാണ്. അവർ വള്ളുവനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണെന്നാണ് വിശ്വാസം. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചായിട്ടാണ് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് വള്ളുവനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർക്കുന്ന സമയത്ത് വംശരക്ഷയ്ക്ക് കൂടെ വന്നതാണ് പോർക്കലി ദേവി കേട്ടോ. അങ്ങനെയാണ് ദേവിയുടെ സാന്നിധ്യം. വള്ളുവനാട്ടിലെ വെള്ളാട്ടി സ്വരൂപത്തിൽ ചേർന്നവരാണ് ഈ വംശത്തിൻ്റെ മൂലം. വള്ളുവനാട്ടിലെ വെള്ളാട്ടി സ്വരൂപത്തിൽ ചേർന്നവരാണ് ഈ വംശത്തിൻ്റെ മൂലം.